ഫ്രണ്ട്സ്, അപ്പോഴേ നമുക്ക് ഇന്നൊരു കോഫി ആയാലോ, അതും കോഫി പൗഡർ ഇല്ലാതെ. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം, വായോ. അപ്പം കോഫി പൗഡർ ഇല്ലാത്ത കോഫി ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടുന്നതായിട്ട് ഇതാണ് കേട്ടോ. നമ്മുടെ ബ്രൗൺ കളർ കടലയുണ്ടല്ലോ, ഈ ബ്രൗൺ കളർ തന്നെയല്ല, വെള്ളക്കടല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് എടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ കടലേൻ്റെയൊക്കെ കളർ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പരുവം വരെയും ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ കൂടെ നിന്ന് തന്നെ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്ത് വേണം വറുത്തെടുക്കാൻ. ഇട്ടിട്ട് എവിടെയും മാറിപ്പോവരുത്, കരിഞ്ഞു പോവരുത് കേട്ടോ. ഇപ്പൊ കണ്ടോ കളർ മാറി വന്നണ്ട, സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയത് കണ്ടോ. അപ്പൊ ഈ ഒരു പാകമാണ് കേട്ടോ നമ്മുടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് ക്യാമറയിൽ. അപ്പൊ ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമുക്കിനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം, നല്ലപോലെ തണുത്ത് വരട്ടെ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടും ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്തതാണ്, ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഉടനെ തണുക്കുമ്പോഴേക്കും ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പാലും പിന്നെ ഒരു 3/4 ഗ്ലാസോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം കഴിക്കുന്നവർക്കാണെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സാധാരണ ചായ ഇടുമ്പോഴും ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോഫിയിലും ഇത് ചേർക്കാമെന്ന് കരുതിയത്. അപ്പം അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ദാണ്ട നമ്മുടെ പാലൊക്കെ തിളച്ച് പൊന്തി വരുന്നുണ്ട്. പാല് തിളച്ചിങ്ങനെ മേളിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കാം. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ നമ്മുടെ സംഭവം കടല ഇവിടെ തണുത്തിരിക്കുവാണ്. അപ്പൊ ആ കടല നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പൊടി തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല പൊടിയായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്താൽ മാത്രമേ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. കണ്ട ഞാൻ നന്നായിട്ട് പൗഡർ കണക്കിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. ഇത് ഞാൻ കുറച്ചൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു നേരത്തേന് 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അപ്പൊ ദാണ്ടെ നമ്മുടെ കോഫി കുടിക്കാനുള്ള ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച കടലേൻ്റെ മിക്സിയിൽ നിന്ന് ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് നമ്മൾ അനത്തി വെച്ചേക്കുന്ന പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊടി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ പൊടി ഉണ്ടാക്കേണ്ട കാര്യമില്ല, അതങ്ങോട്ട് എടുത്തിട്ടാൽ മതി. അപ്പോൾ അതാണ്ട് ഞാൻ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി എടുത്തങ്ങോട്ട് കുടിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഒരു സംശയം കാണും, ഇതിന് കോഫീൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമെന്ന്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ആക്കി നോക്കണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു നല്ലൊരു കോഫീൻ്റെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ഉള്ളത്. അപാര ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ശരിക്കും കോഫി കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്, പക്ഷെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഇത്. അപ്പം ഇനി കോഫി ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഹെൽത്തി വേർഷനിലുള്ള ഒരു കോഫി കുടിക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് നാള് ഇത് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നറിലായിട്ട് അടച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ കോഫി കുടിക്കണം തോന്നുമ്പോഴല്ല ഇത് ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കോഫി തയ്യാറാക്കാം കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ബൈ ബൈ.